ഹായ് ഓൾ, നിങ്ങളെല്ലാവർക്കും ആമസോൺ S3 അറിയാമായിരിക്കും അല്ലേ? S3 സിമ്പിൾ സ്റ്റോറേജ് സർവീസ്. സോ ഇതെല്ലാവരും പഠിച്ചിട്ടുണ്ടായിരിക്കുക ഒരു സ്റ്റോറേജ് സർവീസ് എന്ന രീതിയിലാണ്. പക്ഷേ ഞാൻ ഇന്ന് പഠിപ്പിക്കാൻ പോകുന്നത് എങ്ങനെ നിങ്ങൾക്കൊരു വെബ്സൈറ്റ് S3യിൽ ഹോസ്റ്റ് ചെയ്യാം എന്നതാണ്. സോ വെബ്സൈറ്റുകൾ തന്നെ നമുക്ക് രണ്ട് രീതിയിലാണ് വരുന്നത്. ഒന്ന് സ്റ്റാറ്റിക് വെബ്സൈറ്റുകളുണ്ട്, രണ്ട് ഡൈനാമിക് വെബ്സൈറ്റുകളുണ്ട്. സോ എന്താണ് ഡിഫറൻസ്? സോ ഒരു ഡൈനാമിക് വെബ്സൈറ്റ് എന്ന് പറയുമ്പോൾ ആമസോൺ ഷോപ്പിംഗ് വെബ്സൈറ്റ് ഉപയോഗിക്കുന്നവരായിരിക്കും അല്ലേ? അപ്പോൾ നിങ്ങൾ ആ ഒരു അക്കൗണ്ട് ആദ്യമായിട്ട് ക്രിയേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ കുറച്ച് ഇൻഫർമേഷൻ അതിൻ്റെ അകത്ത് കൊടുക്കുന്നുണ്ട് അല്ലേ? അപ്പോൾ അത് എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ഡേറ്റ അതിൻ്റെ ബാക്ക് എൻഡിൽ അല്ലെങ്കിൽ ഡേറ്റാ ബേസിൽ കൊണ്ട് സ്റ്റോർ ചെയ്യുന്നു. അതിനനുസരിച്ചുള്ള റെസ്പോൺസാണ് നിങ്ങൾക്ക് കിട്ടുന്നത്. സോ അങ്ങനെ ഒരു യൂസർ ഇൻട്രാക്ഷൻ അവിടെ നടക്കുന്നുണ്ട് അല്ലേ? സം കൈൻഡ് ഓഫ് ഇൻഫർമേഷൻ നിങ്ങൾ അക്കൗണ്ടിലേക്ക് പ്രൊവൈഡ് ചെയ്യുന്നു, അത് അവിടെ സ്റ്റോർ ചെയ്യുകയും അതിനനുസരിച്ചുള്ള ഒരു റെസ്പോൺസ് എന്ന രീതിയിലാണ് തിരിച്ചു വരുന്നത്. അപ്പോൾ അങ്ങനെ ഒരു ഇൻട്രാക്ഷൻ അവിടെ നടക്കുന്നുണ്ട്. പക്ഷേ സ്റ്റാറ്റിക് വെബ്സൈറ്റ് എന്ന് പറയുമ്പോഴത്തേക്കും നിങ്ങൾക്ക് അങ്ങനെ ഒരു ഇൻട്രാക്ഷൻ പോസിബിൾ അല്ല. അതായത് നിങ്ങളുടെ ഡേറ്റാബേസ് ഒന്നും കാണില്ല, ഡേറ്റ ഒന്നും സ്റ്റോർ ചെയ്യുന്നില്ല, അത് അവിടെ ഡേറ്റ പ്രോസസ്സിങ് നടക്കുന്നില്ല. ഓക്കെ, സിംപ്ലി എന്താണ് ആ ഒരു കമ്പനി അല്ലെങ്കിൽ ആരാണോ ഒരു വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യുന്നത്, അവർ ജസ്റ്റ് ആ ഒരു ഇൻഫർമേഷൻ മാത്രം എടുത്ത് നിങ്ങൾ കാണിച്ചു തരുന്നു. സോ ഒരു സിംപ്ലി കുറച്ച് ഇൻഫർമേഷൻ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കും എവിടെയെങ്കിലും, നിങ്ങൾ അത് ആക്സസ് ചെയ്യുന്ന സമയത്ത് അത് അതേപോലെ ഡിസ്പ്ലേ ചെയ്ത് കാണിച്ചു തരും. അതല്ലാതെ നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നില്ല, അവിടെ ഒരു ഇൻട്രാക്ഷൻ നടക്കുന്നില്ല, ഒരു യൂസർ ജനറേറ്റഡ് കണ്ടന്റ് വരുന്നില്ല, അവിടെ ഒരു ഡേറ്റാബേസ് കാണില്ല, അവിടെ ഒരു ഡേറ്റ പ്രോസസ്സിങ് നടക്കുന്നില്ല. ഇങ്ങനത്തെ ഒരു വെബ്സൈറ്റിനെയാണ് എന്ത് പറയുക, സ്റ്റാറ്റിക് വെബ്സൈറ്റ് എന്ന് പറയുന്നത്. സോ നിങ്ങൾക്കൊരു പോർട്ട്ഫോളിയോ വെബ്സൈറ്റ് ഒക്കെ ക്രിയേറ്റ് ചെയ്യുമ്പോൾ മോസ്റ്റ് പ്രോബബിളി അതൊരു സ്റ്റാറ്റിക് വെബ്സൈറ്റ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് S3-ക്കകത്ത് സ്റ്റാറ്റിക് വെബ്സൈറ്റുകൾ എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് ഹോസ്റ്റ് ചെയ്യാൻ പറ്റും. അതിൻ്റെ കാരണം ഒരു സ്റ്റാറ്റിക് വെബ്സൈറ്റ് ഹോസ്റ്റ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് ആകെ വേണ്ടത് ഒരു സ്റ്റോറേജ് സ്പേസ് വേണം. ഓക്കെ, നിങ്ങളുടെ വെബ്സൈറ്റിൻ്റെ ഡേറ്റ സ്റ്റോർ ചെയ്യാനായിട്ട് ഒരു സ്റ്റോറേജ് സ്പേസും വേണം. അതെന്താണ്, ആ ഒരു സ്റ്റോറേജ് ഇൻ്റർനെറ്റുമായിട്ട് കണക്റ്റഡ് ആയിരിക്കണം. സോ ദാറ്റ്സ് ദി ഓൺലി റിക്വയർമെൻറ്റ് ടു ഹോസ്റ്റ് എ സ്റ്റാറ്റിക് വെബ്സൈറ്റ്. സോ അതാണ് S3 വഴി നിങ്ങൾക്ക് സ്റ്റാറ്റിക് വെബ്സൈറ്റ് ഹോസ്റ്റ് ചെയ്യാൻ പറ്റുന്നത്. കാരണം S3 എന്ന് പറയുന്നത് ബൈ ഡിഫോൾട്ട് ഒരു സ്റ്റോറേജ് സർവീസാണ്. അതുകൂടാതെ S3 ഓൾറെഡി ഇൻ്റർനെറ്റുമായിട്ട് കണക്റ്റഡ് ആണ്. സോ ഈ ഒരു റിക്വയർമെൻറ്റ് എല്ലാം സാറ്റിസ്ഫൈ ചെയ്യുന്നതുകൊണ്ട് നിങ്ങൾക്ക് ഈസിലി ഒരു സ്റ്റാറ്റിക് വെബ്സൈറ്റ് S3യിൽ ഹോസ്റ്റ് ചെയ്യാൻ പറ്റുന്നു. സോ എങ്ങനെയാണെന്ന് ചെയ്യുന്നത് നമുക്ക് നോക്കാം. ഓക്കെ, സോ നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കാണുന്നത് AWS കൺസോൾ ഹോമിലാണ് നിൽക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് S3 എന്ന സർവീസിലേക്കാണ് പോകേണ്ടത്. സോ S3 സെർച്ച് ചെയ്യുന്നു. സോ S3 ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. സോ നിങ്ങൾക്ക് വേണമെങ്കിൽ ഫേവറേറ്റ് ആക്കിയിടാം. സോ ഫേവറേറ്റ് ബാറിൽ അത് വന്ന് കിടക്കുന്നുണ്ട്. സോ നിങ്ങൾക്ക് അങ്ങനെ ചൂസ് ചെയ്യാം. റീസെൻ്റ്ലി വിസിറ്റ് ഉണ്ടെങ്കിൽ അവിടെ നിന്ന് എടുക്കാം. സോ എങ്ങനെയാണെങ്കിലും S3യിലെ പേജിലേക്ക് പോവുക. സോ S3 പേജിലേക്ക് ഞാൻ വന്നിട്ടുണ്ട്. സോ ആദ്യമായിട്ടാണ് നിങ്ങൾ കയറുന്നതെങ്കിൽ നിങ്ങൾ ഈ ഒരു പേജിലേക്കായിരിക്കും വരിക. ഓക്കെ, സോ ഇതാണ് S3യുടെ ഹോം പേജ്, ഡാഷ്ബോർഡ് എന്നൊക്കെ വേണമെങ്കിൽ വിളിക്കാം. സോ ഈ ഒരു S3യുടെ പേജിലേക്കായിരിക്കും നിങ്ങൾ വരിക. ഓക്കെ, അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം S3 എന്ന് പറയുന്നത് ഒരു സ്റ്റോറേജ് സർവീസാണ്. സോ S3-ക്കകത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും സ്റ്റോർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ആദ്യമായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഒരു ബക്കറ്റ് ക്രിയേറ്റ് ചെയ്യുക. അപ്പോൾ S3 ബക്കറ്റ് എന്നാണ് നമ്മൾ വിളിക്കുക. സോ S3 ബക്കറ്റ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് എന്തെങ്കിലും സ്റ്റോർ ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് ഹോൾഡ് ചെയ്യാനായിട്ടൊരു പ്ലേസ് വേണം. സോ ദാറ്റ്സ് ബേസിക്കലി S3 ബക്കറ്റ്. സോ ഇറ്റ്സ് ബേസിക്കലി ലൈക്ക് എ ഫോൾഡർ എന്ന് വേണമെങ്കിൽ അങ്ങനെ പറയാം. ഓക്കെ, നിങ്ങൾ നോർമലി സിസ്റ്റത്തിലൊക്കെ ഫോൾഡർ ക്രിയേറ്റ് ചെയ്തിട്ട് ഫയൽസ് ഇടുന്നത് പോലെ ആദ്യം എന്ത് ചെയ്യണം, നിങ്ങൾ ഒരു ബക്കറ്റ് ക്രിയേറ്റ് ചെയ്തിട്ട് അതിനകത്തേക്ക് ആയിരിക്കും നിങ്ങൾ ഫയൽസ് അപ്ലോഡ് ചെയ്യുക. അപ്പോൾ ഈ ഒരു ബക്കറ്റിൻ്റെ ഉള്ളിലേക്ക് നിങ്ങൾ എന്ത് അപ്ലോഡ് ചെയ്യണമെങ്കിൽ അതിനെ നമ്മൾ S3യിൽ പറയുന്നത് ഒബ്ജക്റ്റുകൾ എന്നായിരിക്കും. ഓക്കെ, എന്ത് വിളിക്കുന്നു, S3 ഒബ്ജക്ട്സ് എന്ന് വിളിക്കുന്നു. സോ ഫസ്റ്റ് നിങ്ങൾ ഒരു ബക്കറ്റ് ക്രിയേറ്റ് ചെയ്യണം, അതിൻ്റെ അകത്ത് നിങ്ങൾ എന്ത് ചെയ്യുന്നു, ഒബ്ജക്റ്റുകളെ അപ്ലോഡ് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ നമുക്ക് ഒരു ബക്കറ്റ് ക്രിയേറ്റ് ചെയ്യാം. സോ ആദ്യമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുന്നു, S3യിലേക്ക് വരുന്ന സമയത്ത് നിങ്ങൾ ക്രിയേറ്റ് ബക്കറ്റ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ കാണും. എന്ത് കൊടുക്കാം, ക്രിയേറ്റ് ബക്കറ്റ്. സോ ഒരു കാര്യം ഇവിടെ ശ്രദ്ധിക്കുക, റീജിയൻസ് ഉണ്ട് അല്ലേ? അപ്പോൾ റീജിയൻസിൻ്റെ അകത്ത് നിങ്ങൾക്ക് ഏത് റീജിയനിലാണ് നിങ്ങളുടെ ഡേറ്റ സ്റ്റോർ ചെയ്യേണ്ടത്, സോ അത് നിങ്ങൾ ആദ്യമേ ചൂസ് ചെയ്ത് കൊടുക്കണം. സോ ഇവിടെ ഞാൻ മുംബൈയാണ് ചൂസ് ചെയ്തിരിക്കുന്നത്. സോ ഇഫ് യു വാണ്ട് ടു ചൂസ് എനി അതർ റീജിയൻ, നിങ്ങൾക്ക് ഇവിടെ വന്നിട്ട് അത് ചൂസ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, സോ ഇവിടെ നമുക്ക് ബക്കറ്റ് കോൺഫിഗറേഷൻ പേജിലാണ് നിൽക്കുന്നത്. സോ ഇവിടെ ബക്കറ്റ് ടൈപ്പ് വരുന്നുണ്ട്. സോ ജനറൽ പർപ്പസ് ആണ് ഞാൻ ചൂസ് ചെയ്യുന്നത്. സോ ജനറൽ പർപ്പസ് തന്നെ നിങ്ങൾ ചൂസ് ചെയ്യുക. അടുത്തതായിട്ട് ബക്കറ്റ് നെയിം കൊടുക്കുക. സോ ബക്കറ്റ് നെയിം കൊടുക്കുമ്പോഴത്തേക്കും കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ഞാൻ ഗ്ലോബൽ നെയിം സ്പേസ് ആണ് കൊടുക്കുന്നത്. സോ ഗ്ലോബലി വാലിഡ് ആയിട്ടുള്ളൊരു പേരാണ് ഞാൻ കൊടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ യു ഹാവ് ടു ഫോളോ എ സെർട്ടൻ നമ്പർ ഓഫ് റൂൾസ്, കണ്ടീഷൻസ്. അത് സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിലായിരിക്കണം ബക്കറ്റ് നെയിം കൊടുക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ബക്കറ്റ് നെയിം കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒന്നാമത്തെ കാര്യം, ആ ഒരു പേര് ഗ്ലോബലി യുണീക്ക് ആയിരിക്കണം. സോ ഗ്ലോബലി യൂണിക് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഈ കൊടുക്കാൻ പോകുന്ന പേര് ഓൾറെഡി എക്സിസ്റ്റിംഗ് ബക്കറ്റുകൾക്ക് ഉണ്ടായിരിക്കരുത്. ഓക്കെ, അപ്പോൾ അങ്ങനത്തെ ഒരു പേരായിരിക്കണം നിങ്ങൾ എപ്പോഴും കൊടുക്കേണ്ടത്. ആ രണ്ടാമത്തെ കാര്യം, നിങ്ങൾ ഇവിടെ ഉപയോഗിക്കാൻ പറ്റുന്ന ക്യാരക്ടേഴ്സ്
എന്ന് പറയുന്നത് എന്താണ് ലൈക്ക് നിങ്ങൾക്ക് ഇവിടെ കാണിക്കുന്നുണ്ട് ലെറ്റേഴ്സ് അല്ലെ. ലെറ്റേഴ്സ് എന്ന് പറയുമ്പോൾ ആൽഫബറ്റിക് ലെറ്റേഴ്സാണ്. അതിൽ ലോവർ കേസ് ലെറ്റേഴ്സ് ഉപയോഗിക്കാം, സ്മോൾ ലെറ്റേഴ്സേ ഉപയോഗിക്കാവൂ. പിന്നെ നമ്പേഴ്സ് 0 to 9 ഉപയോഗിക്കാം. പിന്നെ സ്പെഷ്യൽ ക്യാരക്ടേഴ്സ് ആയിട്ട് നിങ്ങൾക്ക് ഡോട്ട്സും ഹൈഫൺസും ആണ് വരുന്നത്. ഓക്കെ, സോ ഇത്രയും ക്യാരക്ടേഴ്സ് മാത്രമേ നിങ്ങൾക്ക് അലോബിൾ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ ബക്കറ്റ് നെയിം കൊടുക്കുന്ന സമയത്ത്. ഇനി അതുകൂടാതെ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കുക, യു കാനോട്ട് യൂസ് അപ്പർ കേസ് ലെറ്റേഴ്സ്, അത് ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. പിന്നെ സ്പേസസും കൊടുക്കാൻ പാടില്ല. ഓക്കെ, സ്പേസസും ഉപയോഗിക്കരുത്. ഓക്കെ, അപ്പോൾ നമുക്ക് മിനിമം 3 to മാക്സിമം 63 ക്യാരക്ടർ ലെന്ത് വരെ നിങ്ങൾക്ക് നെയിമിൽ വരാം. ഓക്കെ, അപ്പോൾ അങ്ങനെ ഒരു പേര് കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഞാനൊരു പേര് കൊടുക്കുകയാണ്. സോ ലെറ്റ് മീ നെയിം ഇറ്റ് ആസ് കോക്കനട്ട് സ്റ്റാറ്റിക് വെബ്സൈറ്റ്. ഓക്കെ, സോ നിങ്ങൾക്ക് യുണീക്കായിട്ടുള്ള പേര് കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഐ ഹാവ് യൂസ്ഡ് സ്മോൾ ലെറ്റേഴ്സ് ആൻഡ് ഡാഷസ്. ഓക്കെ, അപ്പോൾ ഇത്രയും മാത്രം മതി തൽക്കാലത്തേക്ക്. ഓക്കെ, സോ ബാക്കിയുള്ളതെല്ലാം ഡീഫോൾട്ട് കൊടുക്കുക. സോ ദാറ്റ്സ് ഇറ്റ്. സോ ഒരു ബക്കറ്റ് റീഡ് ചെയ്യാനായിട്ട് വളരെ എളുപ്പമാണ്. ഫസ്റ്റ് നിങ്ങൾ ഡിസൈഡ് റീജിയൻ ചൂസ് ചെയ്യുന്നു, ദെൻ ബക്കറ്റ് ടൈപ്പ് ജനറൽ പർപ്പസ് കൊടുക്കുക, ദെൻ ഈ കണ്ടീഷൻസിനനുസരിച്ചിട്ട് ഒരു പേര് കൊടുക്കുക. ഓക്കെ, ക്രിയേറ്റ് ബക്കറ്റ് കൊടുക്കുന്നു. സോ ദ ബക്കറ്റ് ഹാസ് ബീൻ ക്രിയേറ്റഡ്. സോ വി ആർ ഇൻസൈഡ് ദി ക്രിയേറ്റഡ് ബക്കറ്റ്. സോ ഇവിടെ നിങ്ങൾക്ക് ഒബ്ജക്ട്സ് എന്ന ടാബിലായിരിക്കും ആദ്യം വരിക. സോ ഒബ്ജക്ട്സ് എന്താണെന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞു. സോ വാട്ട് എവർ യു അപ്ലോഡ് ഇൻസൈഡ് ദാറ്റ് ബക്കറ്റ് ഈസ് കോൾഡ് ഒബ്ജക്റ്റ്. ഓക്കെ, അപ്പോൾ എന്ത് ഓക്കെ ഇറ്റ് ഡസൻറ്റ് മാറ്റർ, എന്ത് ടൈപ്പ് ആയിക്കോട്ടെ, എന്ത് ടൈപ്പ് ഓഫ് ഫയൽ ആയിക്കോട്ടെ, നിങ്ങൾക്ക് ഇതിൻ്റെ അകത്ത് കൊണ്ടൊന്ന് സ്റ്റോർ ചെയ്യാം. ഓക്കെ, അപ്പോൾ അതിനെല്ലാം എന്താ വിളിക്കുന്നത്, ഇതിൻ്റെ അകത്ത് ഒബ്ജക്റ്റ് എന്നാണ് വിളിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് വേണ്ടത് അല്ലെ, നമുക്ക് ഒരു വെബ്സൈറ്റാണ് നമുക്ക് ഹോസ്റ്റ് ചെയ്യേണ്ടത്. സോ വെബ്സൈറ്റ് ഹോസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഒബ്ജക്റ്റ് അല്ലെങ്കിൽ ഫയൽസ് വേണം അല്ലേ, വെബ്സൈറ്റിൻ്റെ ഫയൽസ് വേണം. സ്റ്റാറ്റിക് വെബ്സൈറ്റ് ആണെങ്കിൽ ഫയൽസ് ഉണ്ട് അല്ലേ. സോ ആ ഒരു ഫയൽസ് നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് അപ്ലോഡ് ചെയ്യണം. അപ്പോൾ നിങ്ങൾക്ക് ഫയൽസ് അപ്ലോഡ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ജസ്റ്റ് ബ്രൗസറിൻ്റെ അകത്ത് നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഫയൽസ് ഉണ്ടെങ്കിൽ അത് തന്നെ നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യാം. സോ സ്വന്തമായിട്ട് വെബ്സൈറ്റ് ഫയൽസ് ഇല്ലാത്തവർക്ക് എന്ത് ചെയ്യാം, ജസ്റ്റ് ബ്രൗസറിൻ്റെ അകത്ത് കയറിയിട്ട് എന്ന് സെർച്ച് ചെയ്താൽ മതി. ഫ്രീ HTML ടെംപ്ലേറ്റ്സ് നിങ്ങൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ കുറേ സൈറ്റുകളുണ്ട്. നിങ്ങൾക്ക് അതിൻ്റെ അകത്തു നിന്നൊക്കെ ഇഷ്ടംപോലെ സ്റ്റാറ്റിക് വെബ്സൈറ്റിൻ്റെ ഫയൽസുകൾ നിങ്ങൾക്ക് കിട്ടും. ബേസിക്കലി ഫ്രണ്ട് എൻഡ് ഫയൽസ് ആണ് കേട്ടോ. അപ്പോൾ അത് ഡൗൺലോഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അതിനെ അപ്ലോഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഈ ഒരു ലാബ് ചെയ്ത് നോക്കാവുന്നതാണ്. ഓക്കെ, നമുക്ക് അപ്പോൾ ടെംപ്ലേറ്റ് ഫയൽസ് അല്ലെങ്കിൽ നമുക്ക് ആ സ്റ്റാറ്റിക് വെബ്സൈറ്റിന് ആവശ്യമായിട്ടുള്ള ഫയൽസ് ഡൗൺലോഡ് ചെയ്യാം. സോ ഐ എം സിംപ്ലി സെർച്ചിങ് ഫ്രീ HTML ടെംപ്ലേറ്റ്സ് ഡൗൺലോഡ്. ഓക്കെ, അപ്പോൾ ഫ്രീ HTML ടെംപ്ലേറ്റ്സ് ഡൗൺലോഡ് എന്ന് പറഞ്ഞിട്ട് ഞാൻ സെർച്ച് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടംപോലെ ഇതേപോലെ സൈറ്റുകൾ വരും. സോ യു ക്യാൻ ചൂസ് എനി ഓഫ് ദി സൈറ്റ്. സോ ഞാൻ ഈ ഒരു സൈറ്റ് എടുക്കുകയാണ്. ഓക്കെ, നിങ്ങൾക്ക് ഏത് സൈറ്റിൽ നിന്നാണ് എടുക്കാം കേട്ടോ. അപ്പോൾ ഈ ഒരു സൈറ്റിൻ്റെ ഈ ഒരു വെബ് പേജിലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് there are multiple സാമ്പിൾ പേജസ് അവൈലബിൾ ടു യു. സോ ഞാൻ ഏതെങ്കിലും ഒന്ന് എടുക്കുന്നു. ഓക്കെ, സോ ഞാൻ ഒരെണ്ണം എടുക്കുന്നു. അപ്പോൾ ഇവിടെ തന്നെ നിങ്ങൾക്ക് ഡൗൺലോഡ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണും. സോ ഡൗൺലോഡ് സക്സസ്ഫുൾ എന്ന് കാണിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അത് ഡൗൺലോഡ് ചെയ്യാൻ ചോദിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾ കാണുമ്പോൾ മനസ്സിലാവും സിപ്പ് ഫയലായിട്ടായിരിക്കും വരിക. ഓക്കെ, സോ സേവ് എടുക്കുക. ഓക്കെ, സോ സേവ് ഫയൽസിലേക്ക് നമുക്കൊന്ന് പോകാം. സോ അതിൻ്റെ അകത്ത് ഞാൻ എന്ത് ചെയ്യണം, ഒന്ന് എക്സ്ട്രാക്റ്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇവിടെ എക്സ്ട്രാക്റ്റ് ഓൾ കൊടുക്കാം. ഓക്കെ, സോ ഞാൻ മറ്റൊരു ലൊക്കേഷൻ ഇവിടെ കൊടുക്കുകയാണ്. ഓക്കെ, സോ എക്സ്ട്രാക്റ്റ് കൊടുക്കുന്നു. ഓക്കെ, സോ നിങ്ങൾ എക്സ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ .zip ഫയലായിട്ടായിരിക്കും വരിക. സോ എക്സ്ട്രാക്ട് ചെയ്താലേ നിങ്ങൾക്കത് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. സോ എക്സ്ട്രാക്റ്റഡ് ഫയലിൻ്റെ അകത്തുനിന്ന് ആ കണ്ടൻസ് ആണ് നമുക്ക് വേണ്ടത്. സോ അതവിടെ നിൽക്കട്ടെ. നമുക്ക് എന്ത് ചെയ്യാം, അതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. ഓക്കെ, നിങ്ങൾക്ക് സ്റ്റാറ്റിക് വെബ്സൈറ്റ് ഫയൽസ് നിങ്ങൾക്ക് ഇല്ല എന്നുണ്ടെങ്കിൽ ഇങ്ങനെ നിങ്ങൾക്ക് അത് അക്യൂർ ചെയ്യാം. ഓക്കെ, സോ തിരിച്ച് നമുക്ക് ബക്കറ്റിലേക്ക് വരാം. സോ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമുക്ക് ഇതിലേക്ക് ഫയൽസിനെ അപ്ലോഡ് ചെയ്യണം. സോ നമുക്ക് ഹോസ്റ്റ് ചെയ്യേണ്ട വെബ്സൈറ്റിൻ്റെ ഫയൽസ് നമ്മൾ എന്ത് ചെയ്യാൻ പോവുകയാണ്, നമ്മളിപ്പോൾ ക്രിയേറ്റ് ചെയ്ത ബക്കറ്റിനുള്ളിലേക്ക് അപ്ലോഡ് ചെയ്യാൻ പോവുകയാണ്. സോ അപ്ലോഡ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, സോ കെയർഫുള്ളായിട്ട് ശ്രദ്ധിച്ചിരിക്കുക. സോ ഇവിടെ ആഡ് ഫയൽസ് എന്നൊരു ഓപ്ഷൻ കാണും. സോ ആഡ് ഫയൽസ് എടുക്കുന്നു. സോ ജസ്റ്റ് നമ്മളിപ്പോൾ ഡൗൺലോഡ് ചെയ്ത ഫയൽസിൻ്റെ ലൊക്കേഷൻസിലേക്ക് പോവുക. അവിടെ ഇതേപോലെ അകത്ത് കയറുക. സോ നിങ്ങൾക്ക് ഇവിടെ കുറച്ച് ഫയൽസും ഫോൾഡേഴ്സും കാണാം. സോ S3-കകത്ത് ഫയൽസും ഫോൾഡേഴ്സും അപ്ലോഡ് ചെയ്യുമ്പോൾ രണ്ടും ഡിഫറെൻ്റ് ആയിട്ടാണ് അപ്ലോഡ് ആകുന്നത്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് ആഡ് ഫയൽസ് കൊടുത്തു കഴിഞ്ഞാൽ ഫയൽസ് മാത്രം സെലക്ട് ചെയ്യുക, ഫോൾഡേഴ്സിന് വേണ്ടി സെപ്പറേറ്റ് ആയിട്ട് ഫോൾഡേഴ്സ് സെലക്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ കൊടുത്തിരിക്കുന്നത് എന്താണ്, ആഡ് ഫയൽസ് ആണ്. സോ ഓൺലി സെലക്ട് ദി ഫയൽസ് വിച്ച് ആർ നീഡഡ് ടു ബി ആഡഡ്.
സോ ഓക്കെ, അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു, ഫയൽ സെലക്ട് ചെയ്യുന്നു, ഓപ്പൺ കൊടുക്കുന്നു. ഓക്കെ, സോ ഫയൽസ് ഇവിടെ അപ്ലോഡ് ആയിട്ടുണ്ട്. സോ ലോഡ് ആയിട്ടുണ്ട്. ആക്ച്വലി നമ്മൾ അപ്ലോഡ് ചെയ്യുന്നില്ല, ഇവിടെ ലോഡ് ആയിട്ടേ ഉള്ളൂ. ഇനി നമുക്ക് ഫോൾഡേഴ്സാണ് ആഡ് ചെയ്യേണ്ടത്. സോ ആഡ് ഫോൾഡർ കൊടുക്കുക. സോ ഫോൾഡേഴ്സ് ആഡ് ചെയ്യാനായിട്ട് ആഡ് ഫോൾഡർ കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഇവിടെ ഇപ്പോൾ 1 2 3 5 ഫോൾഡേഴ്സ് ഉണ്ടല്ലേ. അപ്പോൾ ഓരോ ഫോൾഡേഴ്സും 1 by 1 ആയിട്ട് ആഡ് കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഒരു ഫോൾഡർ സെലക്ട് ചെയ്യുന്നു, അപ്ലോഡ് കൊടുക്കുന്നു. സോ അവിടെ ചോദിക്കും അപ്ലോഡ് ചെയ്യട്ടെ. സോ എഗെയിൻ കൊടുക്കുക, അപ്ലോഡ്, എഗെയിൻ ആഡ് ഫോൾഡർ കൊടുക്കുക. സോ നമ്മൾ എഗെയിൻ ഫോൾഡർ കൊടുക്കുമ്പോൾ നേരത്തെ കൊടുത്ത അതേ ഫോൾഡറിൻ്റെ ഉള്ളിലേക്ക് നിൽക്കുക. അപ്പോൾ തിരിച്ച് വരണം. ഓക്കെ, തിരിച്ച് വന്നാലേ മറ്റ് ഫോൾഡേഴ്സ് വ്യൂ ചെയ്യാൻ പറ്റുള്ളൂ. സോ നിങ്ങൾ നേരത്തെ സെലക്ട് ചെയ്ത ഫോൾഡറിൻ്റെ ഉള്ളിലായിരിക്കും നിങ്ങൾ നിൽക്കുന്നത്. അവിടെ നിന്നും തിരിച്ചിറങ്ങിയതിന് ശേഷം അടുത്ത ഫോൾഡർ CSS ഫോൾഡർ അത് ഞാൻ എന്ത് ചെയ്യുന്നു, അപ്ലോഡ് കൊടുക്കുന്നു. ഓക്കെ, അഗെയിൻ ചോദിക്കും, അപ്ലോഡ് സെലക്ട് ചെയ്ത് കൊടുക്കുക. ആൻഡ് ലൈക്ക് വൈസ് മറ്റുള്ള ഫോൾഡേഴ്സും കൂടി എന്ത് ചെയ്യുക, ഇതേപോലെ തിരിച്ചിറങ്ങുക, അടുത്ത ഫോൾഡർ എടുക്കുക. എഗെയിൻ ഫോർ ഓൾ ഓഫ് ദോസ് ഫോൾഡേഴ്സ് ഇതേ പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്യുക. ഓക്കെ, സോ എല്ലാ ഫോൾഡേഴ്സും അപ്ലോഡ് ആയിട്ടുണ്ട്. ഓക്കെ, സോ നമുക്ക് ഇനി എന്ത് ചെയ്യാം, നമുക്ക് ഇവരെല്ലാവരും ഒരുമിച്ച് ഇനി ഇതിൻ്റെ അകത്തേക്ക് അപ്ലോഡ് ചെയ്യാം. ഓക്കെ, സോ അപ്ലോഡിങ് ആകട്ടെ. ഓക്കെ, സോ എല്ലാം അപ്ലോഡ് ആകുമ്പോഴത്തേക്കും ഇതേപോലെ നിങ്ങൾക്ക് ഒരു പേജിലേക്കായിരിക്കും വരിക. ഈ ഒരു പേജ് സ്റ്റാറ്റസ് പേജ് എന്ന് വിളിക്കും. സോ അപ്ലോഡ് എന്ന ആക്ഷൻ ചെയ്തപ്പോൾ അതിൻ്റെ സ്റ്റാറ്റസ് എന്തായി. സോ എല്ലാ ഫയൽസും സക്സീഡഡ് ആയിട്ടുണ്ട്, ഫെയിൽഡ് 0 കാണിക്കുന്നുണ്ട്. സോ ദിസ് ഈസ് സ്റ്റാറ്റസ് പേജ്. സോ സ്റ്റാറ്റസ് പേജ് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ നേരെ നമ്മൾ വന്ന പേജ് അല്ലെങ്കിൽ ഒബ്ജക്ട്സ് പേജിലേക്ക് തിരിച്ചു വരും. സോ നിങ്ങൾക്ക് ഇവിടെ കാണാം അല്ലെ, ഫോൾഡേഴ്സും ഫയൽസും ഒക്കെ ഇവിടെ വന്നിട്ടുണ്ട്. സോ വി ഹാവ് അപ്ലോഡഡ് ഓൾ അവർ സ്റ്റാറ്റിക് വെബ്സൈറ്റ് ഫയൽസ്. സോ ഇത്രയും മാത്രമല്ല, നമുക്ക് ഇനിയും കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. സോ ഫയൽസ് എല്ലാം അപ്ലോഡ് ആയതിനു ശേഷം അല്ലെ, നമ്മൾ ഒരു വെബ്സൈറ്റ് ആണ് ഹോസ്റ്റ് ചെയ്യാൻ പോകുന്നത്. സോ ഈ ഒരു വെബ്സൈറ്റ് അല്ലെ എല്ലാവർക്കും പബ്ലിക്കലി അവൈലബിൾ ആയിരിക്കണം അല്ലെ, എങ്കിൽ മാത്രമേ അവർ കാണാൻ പറ്റുള്ളൂ വെബ്സൈറ്റ്. അപ്പോൾ അതിനുവേണ്ടി നമുക്ക് എന്ത് ചെയ്യണം, പെർമിഷൻസ് സെറ്റ് ചെയ്യണം. സോ മനസ്സിലാക്കുക, ഒരു S3 ബക്കറ്റ് ബൈ ഡീഫോൾട്ട് പ്രൈവറ്റ് ആയിരിക്കും. ആ ബക്കറ്റും അതിൻ്റെ അകത്തുള്ള ഒബ്ജക്റ്റുകളും ബൈ ഡീഫോൾട്ട് എന്തായിരിക്കും, പ്രൈവറ്റ് ആയിരിക്കും. സോ നമുക്കിത് പബ്ലിക്കലി അക്സസിബിൾ ആക്കണമെന്നുണ്ടെങ്കിൽ, പബ്ലിക്കലി ഇത് വ്യൂ ചെയ്യാൻ പറ്റണമെന്നുണ്ടെങ്കിൽ നമുക്കത് മാനുവലി എന്ത് ചെയ്യണം, പെർമിഷൻസ് കോൺഫിഗർ ചെയ്യണം. സോ അതിനുവേണ്ടി നമ്മളിപ്പോൾ നിൽക്കുന്നത് ഈ ഒരു ബക്കറ്റിൻ്റെ ഉള്ളിൽ ഒബ്ജക്ട്സ് ടാബിലാണ് നിൽക്കുന്നത്. സോ യു ഹാവ് ടു ഗോ ടു പെർമിഷൻസ് ടാബ്. സോ പെർമിഷൻസ് ടാബിലേക്ക് വരിക. അവിടെ ആദ്യം ചെയ്യേണ്ട കാര്യം ഈ ഒരു ബ്ലോക്ക് ആക്സസ് റിമൂവ് ചെയ്യുക. സോ കറൻ്റ്ലി യു ക്യാൻ സി ബ്ലോക്ക് പബ്ലിക് ആക്സസ് ഇവിടെ എന്താണ്, ഓണാണ് അല്ലേ. നമുക്ക് അതിന് ആദ്യം എന്താക്കണം, ഓഫ് ചെയ്യണം. ഓക്കെ, സോ അതാണ് നമ്മൾ ആദ്യം ചെയ്യാൻ പോകുന്നത്. സോ വി ആർ കറൻ്റ്ലി ഇൻ ദി പെർമിഷൻസ് ടാബ്. സോ ദർ ആ ബ്ലോക്ക് ഓൾ പബ്ലിക് ആക്സസ് ഓൺ ആണ്. അത് നമുക്ക് എഡിറ്റ് ചെയ്ത് എന്ത് ചെയ്ത് കൊടുക്കാം, ഓഫ് ആക്കി കൊടുക്കാം. സോ ഇവിടെ അൺചെക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അത് ഓഫ് ആയിക്കോളും. സേവ് ചേഞ്ചസ് കൊടുക്കുക. സേവ് കൊടുക്കുമ്പോഴത്തേക്കും കൺഫർമേഷൻ ചോദിക്കും. സോ കൺഫേം കൊടുക്കുക. ഓക്കെ, കൺഫേം ടൈപ്പ് ചെയ്യുന്നു, കൺഫേം കൊടുക്കുന്നു. സോ ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം ഓഫ് ആയിട്ടുണ്ട്. പക്ഷേ അത് മാത്രം ചെയ്താൽ പോരാ. സോ ജസ്റ്റ് ബക്കറ്റിൻ്റെ ബ്ലോക്ക് അല്ലേ, ബക്കറ്റിൻ്റെ പബ്ലിക് ആക്സസ് ബ്ലോക്ക് റിമൂവ് ചെയ്താൽ മാത്രം നിങ്ങൾക്ക് അതിൻ്റെ ഫയൽ ഡേറ്റ ഒന്നും പബ്ലിക്കലി അവൈലബിൾ ആകത്തില്ല. സോ അതിനോടൊപ്പം നിങ്ങൾ ഒരു കാര്യം കൂടെ സ്പെസിഫൈ ചെയ്യണം. സോ ഈ ഒരു ഒബ്ജക്റ്റുകൾ അല്ലേ, ബക്കറ്റിൻ്റെ അകത്ത് സ്റ്റോർ ചെയ്യുന്ന എന്തിനേയും നമ്മൾ ഒബ്ജക്റ്റുകൾ എന്ന് വിളിക്കുന്നു അല്ലേ. സോ ഈ ഒബ്ജക്റ്റുകൾക്ക് എന്ത് കിട്ടണം, പബ്ലിക്കലി വ്യൂ ചെയ്യാനായിട്ടുള്ള പെർമിഷൻ ഡിഫൈൻ ചെയ്യാൻ നിങ്ങൾ ബക്കറ്റ് പോളിസി കോൺഫിഗർ ചെയ്യണം. സോ നിങ്ങൾക്ക് തൊട്ടടുത്ത സെക്ഷൻ, സോ സ്റ്റിൽ വി ആർ ഇൻ ദി പെർമിഷൻസ് ടാബ്, ദർ അണ്ടർ ദി ബ്ലോക്ക് പബ്ലിക് ആക്സസ് സെക്ഷൻ നിങ്ങൾക്ക് ബക്കറ്റ് പോളിസി എന്ന് പറഞ്ഞിട്ട് ഒരു സെക്ഷൻ ഉണ്ടായിരിക്കും. സോ ഇവിടെ നിങ്ങൾക്ക് കാണാം ബക്കറ്റ് പോളിസി അല്ലെ, JSON ഫോർമാറ്റിലാണ്. AWSൻ്റെ അകത്തുള്ള എല്ലാ പോളിസികളും JSON ഫോർമാറ്റിലാണ് എഴുതുക. സോ ബക്കറ്റ് പോളിസി ഈസ് ഓൾസോ റിട്ടൺ ഇൻ JSON ഫോർമാറ്റ്. ഓക്കെ, സോ ഇതിൻ്റെ അകത്ത് JSON ഫോർമാറ്റിലുള്ള ബക്കറ്റ് പോളിസി വഴിയാണ് ഇതിൻ്റെ അകത്തുള്ള ഒബ്ജക്റ്റുകൾക്ക് നിങ്ങൾ പബ്ലിക് ആക്സസ് കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഈ ഒരു പോളിസി ഞാൻ പറഞ്ഞു JSON ഫോർമാറ്റിലാണ് എഴുതുന്നത്. നമുക്ക് നോക്കാം. സോ ബക്കറ്റ് പോളിസി എഡിറ്റ് കൊടുക്കുന്നു. സോ ബക്കറ്റ് പോളിസി എഡിറ്റ് ചെയ്യുന്ന പേജിലേക്ക് വന്നിട്ടുണ്ട്. സോ ഇവിടെയാണ് നമ്മൾ പോളിസി എൻ്റർ ചെയ്യേണ്ടത്. സോ JSON അറിഞ്ഞൂടാ എന്ന് ആരും പേടിക്കേണ്ട, കാരണം വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് ഈ ഒരു പോളിസി ക്രിയേറ്റ് ചെയ്യാം. അതിനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾക്ക് AWS തന്നെ ഒരു ടൂള്, ഒരു ഫ്രീ ടൂൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ ആ ഒരു ടൂൾ നിങ്ങൾക്ക് AWS അക്കൗണ്ട് ഇല്ലാതെ പോലും നിങ്ങൾക്ക് ആ ഒരു ടൂൾ ആക്സസ് ചെയ്യാം. സിംപ്ലി നിങ്ങൾ ബ്രൗസറിൻ്റെ പുതിയ ടാബ് ഓപ്പൺ ചെയ്യുക. ടാബ് ഓപ്പൺ ചെയ്തിട്ട് നിങ്ങൾ എന്ത് സെർച്ച് ചെയ്യണം, AWS പോളിസി ജനറേറ്റർ. സോ സെർച്ച് AWS പോളിസി ജനറേറ്റർ. ഓക്കെ, പോളിസി ജനറേറ്റർ എന്ന് സെർച്ച് ചെയ്യുക. സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേണ്ട ഇവിടെ തന്നെ നിങ്ങൾക്ക് അവരുടെ ഒരു ടൂൾ കാണും, ഒരു ലിങ്ക് കാണും. AWS പോളിസി ജനറേറ്റർ സെലക്ട് ചെയ്യുക.
സോ ഈ ഒരു ടൂൾ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഒരു ടെംപ്ലേറ്റ് പോലെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് പോളിസി ക്രിയേറ്റ് ചെയ്യാം. സോ ജസ്റ്റ് ബക്കറ്റ് പോളിസി മാത്രമല്ല, നിങ്ങൾക്ക് AWSൻ്റെ അകത്തുള്ള മൾട്ടിപ്പിൾ പോളിസീസ് ഈ ഒരു ടൂൾ ഉപയോഗിച്ചിട്ട് ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് JSON അറിഞ്ഞില്ലെങ്കിലും ഇവിടെ നോ ഇഷ്യൂ, നിങ്ങൾക്കൊരു ടെംപ്ലേറ്റ് രീതിയിലാണ് ഇവിടെ തന്നിരിക്കുന്നത്. യു ജസ്റ്റ് ഹാവ് ടു ഫിൽ ഓൾ ഓഫ് ദി ഇൻഫർമേഷൻ. അവർ തന്നെ എന്ത് ചെയ്തോളും, JSON ഫോർമാറ്റിൽ ആ ഒരു പോളിസി ക്രിയേറ്റ് ചെയ്ത് തരും. ഓക്കെ, അപ്പോൾ നമുക്ക് ഞാൻ ജസ്റ്റ് ഒന്ന് മോഡ് മാറട്ടെ. ഓക്കെ, സോ ഇവിടെ ടൈപ്പ് ഓഫ് പോളിസിയാണ് ആദ്യം ചോദിക്കുന്നത്. സോ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മൾട്ടിപ്പിൾ പോളിസീസ് ഇവിടെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സോ ഇവിടെ S3 ബക്കറ്റ് പോളിസിയാണ് ഞാൻ ഇപ്പോൾ കൊടുക്കുന്നത്. എഫക്റ്റ് അലൗ. ഓക്കെ, സോ ബൈ ഡീഫോൾട്ട് എല്ലാ ആക്സസുകളും ഡിനൈഡ് ആയിരിക്കും. സോ ഇവിടെ ഞാൻ എന്ത് കൊടുക്കുന്നു, അലൗ കൊടുക്കുന്നു. അടുത്തത് പ്രിൻസിപ്പൾ. സോ പ്രിൻസിപ്പൾ എന്ന് പറയുന്നത് ആർക്കൊക്കെ നമ്മുടെ ഈ ഒരു ഡാറ്റ ആക്സസ് ചെയ്യാം, ഈ ഒരു വെബ്സൈറ്റ് ആക്സസ് ചെയ്യാം. സോ ആർക്ക് ടു ഹൂം വി ആർ പ്രൊവൈഡിങ് ആക്സസ് ടു, അതാണ് പ്രിൻസിപ്പൾ എന്ന് പറഞ്ഞിട്ട് അവിടെ ഉദ്ദേശിക്കുന്നത്. സോ ഞാൻ ഫോർ എവ്രി വൺ ആർക്കാണെങ്കിലും എന്ത് ചെയ്യണം, എനിക്ക് ഈ വെബ്സൈറ്റ് കാണാൻ പറ്റണം. സോ എവ്രി വൺ, ഓൾ എന്നൊരു മീനിങ്ങിൽ ഞാൻ വൈൽഡ് കാർഡാണ് കൊടുക്കുന്നത്. വൈൽഡ് കാർഡ് അല്ലെങ്കിൽ സ്റ്റാർ. ഓക്കെ, സ്റ്റാർ ക്യാരക്ടറാണ്, ആസ്റ്ററിസ്ക് എന്ന് പറയും. സോ അതാണ് ഞാൻ കൊടുക്കുന്നത്. സോ വിച്ച് ഇൻഡിക്കേറ്റ്സ് ടു എവ്രി വൺ. ഓക്കെ, സോ അടുത്തത് ആക്ഷൻസ്. അപ്പോൾ ആക്ഷൻസിൽ എന്തൊക്കെ ആക്ഷൻസ് എന്ത് ചെയ്യാൻ പറ്റുന്നു, ഈ ഒബ്ജക്റ്റുകൾക്ക് മേൽ ചെയ്യാൻ പറ്റുന്നു. സോ അതാണ് ആക്ഷൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ നിങ്ങൾക്ക് വെബ്സൈറ്റ് വ്യൂ ചെയ്താൽ മതി അല്ലേ. അപ്പോൾ ജസ്റ്റ് വ്യൂവിങ് ആക്സസ് അല്ലെങ്കിൽ റീഡ് ആക്സസ് മാത്രം മതി. അപ്പോൾ അതിനിവിടെ കൊടുക്കേണ്ടത് ഗെറ്റ് ഒബ്ജക്റ്റ് എന്ന് പറയുന്ന ഒരു ആക്ഷനാണ്. സോ സെർച്ച് ചെയ്യുക ഗെറ്റ് ഒബ്ജക്റ്റ്. സോ നിങ്ങൾക്ക് ആ ഒരു ബോക്സ് ചെക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഗെറ്റ് ഒബ്ജക്റ്റ്. ഓക്കെ, സോ റീഡ് ആക്സസ് മാത്രമേ കൊടുക്കുന്നുള്ളൂ ഞാൻ. സോ ദാറ്റ്സ് ഇനഫ് ടു വ്യൂ ദി വെബ്സൈറ്റ്. സോ അടുത്തത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ആമസോൺ റിസോഴ്സ് നെയിം. സോ എന്താണ് ആമസോൺ റിസോഴ്സ് നെയിം? സോ AWSൻ്റെ അകത്ത് നിങ്ങളൊരു ഏതൊരു റിസോഴ്സ് ക്രിയേറ്റ് ചെയ്താലും അത് AWSന് യുണീക്ക്ലി ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് ഒരു പേര് കൊടുക്കും. ഓക്കെ, അപ്പോൾ നമ്മുടെ ഈ ഒരു റിസോഴ്സിനും ബക്കറ്റിനും അതിൻ്റെ അതുള്ള ഒബ്ജക്റ്റുകൾക്കും ഒക്കെ ഒരു യുണീക്ക് നെയിം ഇവിടെ അസൈൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കൊടുത്താലേ കറക്റ്റ് ആർക്ക് മനസ്സിലാവത്തുള്ളൂ, AWSന് മനസ്സിലാവത്തുള്ളൂ ഇത് ആർക്ക് വേണ്ടി ക്രിയേറ്റ് ചെയ്ത പോളിസിയാണ്, ഈ ഒരു പോളിസി വഴി ഡിഫൈൻ ചെയ്യുന്ന ആക്ഷൻസും അല്ലെങ്കിൽ പെർമിഷൻസും ഒക്കെ ഏത് ഒബ്ജക്റ്റിനാണ് എന്ന് നിങ്ങൾ പറഞ്ഞു കൊടുക്കണം. സോ അത് പറഞ്ഞു കൊടുക്കാനായിട്ട് ARN ഉപയോഗിച്ചിട്ടാണ് നിങ്ങൾ പറഞ്ഞു കൊടുക്കുക. സോ അത് കിട്ടാനായിട്ട് തിരിച്ച് നമ്മുടെ എഡിറ്റ് ബക്കറ്റ് പോളിസിയിലേക്ക് പോകുന്നു. അവിടെ ബക്കറ്റ് ARN എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാം. അത് കോപ്പി ചെയ്തെടുക്കുക. കോപ്പി ചെയ്തെടുത്തിട്ട് തിരിച്ച് പോളിസി നമ്പറിലേക്ക് വന്നു. അത് ഞാനിവിടെ പേസ്റ്റ് ചെയ്യുന്നു. അതിനുശേഷം ഇത് ബക്കറ്റിൻ്റെ ARN മാത്രമേ ആയിട്ടുള്ളൂ. സോ നമുക്ക് ബക്കറ്റിൻ്റെ അകത്ത് ആരുണ്ട്, ഒബ്ജക്റ്റുകളുണ്ട് അല്ലേ. സോ ബക്കറ്റിൻ്റെ അകത്തുള്ള എല്ലാ ഒബ്ജക്റ്റുകൾക്കും ഈ ഒരു പോളിസി ആപ്ലിക്കബിൾ ആയിരിക്കണം. അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ ബക്കറ്റിൻ്റെ ARN മാത്രമേ കൊടുത്തിട്ടുള്ളൂ. സോ ബക്കറ്റിൻ്റെ ഉള്ളിൽ ഉള്ള എല്ലാ ഒബ്ജക്റ്റുകൾക്കും കൂടി കൊടുക്കണം. എല്ലാ ഒബ്ജക്റ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് ഇവിടെ നമ്മുടെ വെബ്സൈറ്റിൻ്റെ ഫയൽസ് ആണ് അല്ലേ. സോ വെബ്സൈറ്റിൻ്റെ എല്ലാ ഫയൽസിലേക്ക് എന്തുണ്ടായിരിക്കണം, ആക്സസ് ഉണ്ടായിരിക്കണം. സോ എങ്കിൽ മാത്രമേ വെബ്സൈറ്റ് കംപ്ലീറ്റ് ആയിട്ട് കാണാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അത് കൊടുക്കുന്നതിന് വേണ്ടി ശ്രദ്ധിക്കുക, ആ ബക്കറ്റിൻ്റെ അകത്ത് ഒരു // കൊടുക്കുക എല്ലാ ഫയൽസും. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഓൾ എന്നൊരു മീനിങ്ങിൽ നമ്മൾ വൈൽഡ് കാർഡ് കൊടുക്കുക. വൈൽഡ് കാർഡ് എന്ന് വെച്ചാൽ എന്താണ്, ആ ഒരു ആസ്റ്ററിസ്ക്. അപ്പോൾ അല്ലെങ്കിൽ സ്റ്റാർ. സ്റ്റാർ ക്യാരക്ടർ കൊടുക്കുന്നു. സോ വിച്ച് മീൻസ് ആ ബക്കറ്റിൻ്റെ അകത്തുള്ള എല്ലാ ഒബ്ജക്റ്റുകളിലേക്കും എന്ത് കിട്ടുന്നു, ആക്സസ് കൊടുക്കുന്നു. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ചെയ്തതിന് ശേഷം ശ്രദ്ധിച്ചിരിക്കുക, ആഡ് സ്റ്റേറ്റ്മെൻറ്റ് എന്ത് കൊടുക്കുന്നു, ആഡ് സ്റ്റേറ്റ്മെൻറ്റ്. സോ ആഡ് സ്റ്റേറ്റ്മെൻറ്റ് ക്ലിക്ക് ചെയ്താൽ മാത്രമേ നമ്മളിപ്പോൾ കൊടുത്തിരിക്കുന്ന കാര്യങ്ങളൊക്കെ അവിടെ എടുക്കുള്ളൂ. സോ പ്രിൻസിപ്പൽ സ്റ്റാർ വിച്ച് മീൻസ് ഓൾ ക്യാൻ ആക്സസ് ദീസ് ഫയൽസ്. അലോ ആണ് എഫക്റ്റ് വന്നിരിക്കുന്നത്. ആക്ഷൻ S3 ഗെറ്റ് ഒബ്ജക്റ്റ്, റിസോഴ്സ് നെയിം ബക്കറ്റ് ARN /* പിന്നെ കണ്ടീഷൻസ് ഒന്നും കൊടുക്കുന്നില്ല. ജനറേറ്റ് പോളിസി. സോ കണ്ടോ, JSON ഫോർമാറ്റിൽ അവിടെ എന്ത് ക്രിയേറ്റ് ആയിട്ടുണ്ട്, നമ്മുടെ ബക്കറ്റ് പോളിസി ക്രിയേറ്റ് ആയിട്ടുണ്ട്. സോ കോപ്പി പോളിസി ഇവിടെ താഴെ ഒരു ബട്ടൺ ഉണ്ട്. സോ ഡ്രാഗ് ചെയ്ത് കോപ്പി ചെയ്യരുത്. കോപ്പി പോളിസി എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്ത് ആ ഒരു കണ്ടൻസ് കോപ്പി ചെയ്യുക. ഗോ ബാക്ക് ടു ദി എഡിറ്റ് ബക്കറ്റ് പോളിസി പേജ്. ഇവിടെ പോളിസി ഈ ഒരു സ്പേസിൽ അത് എന്ത് ചെയ്ത് കൊടുക്കുക, പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, സോ അവിടെ നിങ്ങൾക്ക് പോളിസി കിട്ടുന്നു. സോ ദാറ്റ്സ് ഇറ്റ്. താഴെ സേവ് ചേഞ്ചസ് കൊടുക്കുന്നു. ഓക്കെ, സോ സേവ്ഡ് ആയിട്ടുണ്ട്. സോ ദിസ് ഈസ് സെക്കൻഡ് സ്റ്റെപ്പ്. അപ്പോൾ രണ്ടാമത്തെ സ്റ്റെപ്പ് അവിടെ കഴിഞ്ഞിട്ടുണ്ട്. സോ നമ്മളുടെ സ്റ്റാറ്റിക് വെബ്സൈറ്റിൻ്റെ ഫയൽസ് അപ്ലോഡ് ചെയ്തു. 2 നമ്മൾ പെർമിഷൻസ് സെറ്റ് ചെയ്തു യൂസിങ് ബക്കറ്റ് പോളിസി. ഇനി നമ്മൾ വെബ്സൈറ്റ് ആക്ച്വലി ഹോസ്റ്റ് ചെയ്യാൻ പോവുകയാണ്, അല്ലെങ്കിൽ ഹോസ്റ്റിംഗ് ഇനേബിൾ ചെയ്യാൻ പോവുകയാണ്. ഓക്കെ, അപ്പോൾ അതിനുവേണ്ടി നമുക്ക് പോകേണ്ടത്, നമ്മൾ ഒബ്ജക്ട്സ് ടാബിൽ പോയി, പെർമിഷൻസ് ടാബിൽ പോയി. സോ ഇൻ ബിറ്റ്വീൻ ആയിട്ട് ഇവിടെ പ്രോപ്പർട്ടീസ് ടാബ് എന്ന് പറഞ്ഞിട്ട് ഒരു ഓപ്ഷൻ ഉണ്ട്. സോ ഗോ ദെയർ. ഓക്കെ, പ്രോപ്പർട്ടീസ് ടാബിലേക്ക് വരിക. അവിടെ ഏറ്റവും താഴേക്ക് സ്ക്രോൾ ചെയ്യുമ്പോൾ
നിങ്ങൾക്ക് കാണാം സ്റ്റാറ്റിക് വെബ്സൈറ്റ് ഹോസ്റ്റിംഗ്. സോ ദർ അല്ലെ കറൻ്റ്ലി നിങ്ങൾക്ക് ഇവിടെ കാണാം എന്താണ് ഇറ്റ്സ് ഡിസേബിൾഡ്. സോ അവിടെ നമുക്ക് എഡിറ്റ് ചെയ്തിട്ട് എന്ത് ചെയ്ത് കൊടുക്കാം, നമുക്കത് ഇനേബിൾ ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഇവിടെ ഇനേബിൾ കൊടുക്കുന്ന സമയത്ത് അവിടെ ചോദിക്കും അല്ലെ ഹോസ്റ്റിംഗ് ടൈപ്പ് എന്താണ്, ഹോസ്റ്റ് എ സ്റ്റാറ്റിക് വെബ്സൈറ്റ്. അത് തന്നെയാണ് നമുക്ക് വേണ്ടത്. അടുത്തത് ഇൻഡെക്സ് ഡോക്യുമെൻറ്റ്. സോ എപ്പോഴും ഒരു വെബ്സൈറ്റിന് എന്ത് കാണും, ഒരു ഡീഫോൾട്ട് പേജ് ഉണ്ടായിരിക്കും. സോ ഇവിടുത്തെ കേസിലും എന്ത് തന്നെയാണ്, അത് index.html തന്നെയാണ് കേട്ടോ. സോ എന്ത് കൊടുക്കുക, ഒരു ഫയൽ നെയിം അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കണം. സോ index.html. ഓക്കെ, ഏറെ ഡോക്യുമെൻ്റ് ഒന്നും കൊടുക്കണ്ട. സോ ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ എന്ത് ചെയ്തു, ഇനേബിൾ കൊടുത്തു. ദെൻ ഇൻഡെക്സ് ഡോക്യുമെൻറ്റ് നെയിം index.html. സോ നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുന്ന ഫയൽ എന്താണ്, ഏത് വെബ്സൈറ്റ് ആണെങ്കിലും അവിടെ ഇതേപോലെ ഒരു ഡീഫോൾട്ട് പേജിൻ്റെ പേര് എന്ത് തന്നെയായിരിക്കും, index.html തന്നെയായിരിക്കും. സോ നിങ്ങളുടെ സ്വന്തം ഫയൽസ് ആണെന്നുണ്ടെങ്കിൽ ആൻഡ് ഇഫ് യു ആർ യൂസിങ് സം അതർ നെയിംസ് അത് കൊടുക്കുക. ഓക്കെ, സോ മോസ്റ്റ് ഓഫ് ദ കേസ് എന്ത് തന്നെയായിരിക്കും, index.html തന്നെയായിരിക്കും. സോ ദാറ്റ് ഈസ് ദി ഡീഫോൾട്ട് വെബ് പേജ്. ഓക്കെ, സോ എടുക്കുന്നു, സേവ് ചേഞ്ചസ് കൊടുക്കുന്നു. ഓക്കെ, സോ നമ്മളിപ്പോൾ എഗെയിൻ സ്റ്റിൽ വി ആർ ഇൻ ദി പ്രോപ്പർട്ടീസ് ടാബ്. സോ വീണ്ടും താഴേക്ക് സ്ക്രോൾ ചെയ്യുക. സേവ് ചെയ്തതിന് ശേഷം വീണ്ടും സ്റ്റാറ്റിക് വെബ്സൈറ്റ് ഹോസ്റ്റിംഗ് എന്ന സെക്ഷനിലേക്ക് വരിക. അവിടെ നിങ്ങൾക്ക് ഇപ്പോൾ പുതിയ ഒരാളെ കാണാം. എന്താണ്, ബക്കറ്റ് വെബ്സൈറ്റ് എൻ പോയിന്റ്. സോ ഈ ഒരു ബക്കറ്റ് വെബ്സൈറ്റ് എൻ പോയിന്റ് കോപ്പി ചെയ്യുക. ഓക്കെ, സോ ദാറ്റ്സ് യുവർ ബേസിക്കലി നിങ്ങളുടെ എന്താണ് ലിങ്ക്. ഓക്കെ, നിങ്ങളുടെ വെബ്സൈറ്റിൻ്റെ ലിങ്ക് ആണ് കേട്ടോ. സോ അതിൻ്റെ അകത്ത് പോയിട്ട് വെയിറ്റ് എ സെക്കൻഡ്. ഓക്കെ, സോ പുതിയ ടാബ് ഓപ്പൺ ചെയ്യുക, പേസ്റ്റ് ചെയ്യുന്നു. സോ ഓക്കെ, കണ്ടിന്യൂ ടു സൈറ്റ്. സോ നോക്കിയേ, സൈറ്റ് ലോഡ് ആവുകയാണ്. നോക്കിയേ, കണ്ടോ സൈറ്റ് അവിടെ ലോഡായിട്ടുണ്ട്. സോ കണ്ടോ S3-ക്കകത്ത് നമ്മൾ ഒരു സ്റ്റാറ്റിക് വെബ്സൈറ്റ് ഇവിടെ സക്സസ്ഫുള്ളി ഹോസ്റ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഇത് സ്റ്റാറ്റിക് വെബ്സൈറ്റ് ആണെന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് ആനിമേഷൻ സപ്പോർട്ട് ചെയ്യും, വീഡിയോ ഫയൽ സപ്പോർട്ട് ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഫ്രണ്ട് എൻഡിൽ തന്നെ നിങ്ങൾക്ക് ജാവാസ്ക്രിപ്റ്റ് ഉപയോഗിച്ചിട്ട് ആനിമേഷൻസും ഗെയിംസും ഒക്കെ ക്രിയേറ്റ് ചെയ്യാം. പക്ഷേ സ്റ്റാറ്റിക് ആയിരിക്കും. എങ്ങനെ മനസ്സിലാക്കുക, അവിടെ എന്താണ് ലൈക്ക് പ്രീ ഡിഫൈൻഡ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ നടക്കത്തുള്ളൂ കേട്ടോ. അല്ലാതെ പുതിയതായിട്ടുള്ള കണ്ടൻസ് ഒന്നും അവിടെ ജനറേറ്റ് ആകില്ല. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ. സോ നിങ്ങൾക്ക് ഇതേപോലെ സ്വന്തമായിട്ട് എന്ത് ചെയ്യാം, സ്റ്റാറ്റിക് വെബ്സൈറ്റ് ഹോസ്റ്റ് ചെയ്യാം. സോ ഇനി ഒരിക്കലും ഇത് ഇട്ടേക്കരുത്. സോ റിമെമ്പർ ടു ലൈക്ക് ഡിലീറ്റ് ഓർ ക്ലീൻ അപ്പ് ദ റിസോഴ്സസ് ആഫ്റ്റർ ഡൂയിങ് ദ ലാബ്. പിന്നെ മറ്റൊരു കാര്യം, S3 ആണ് ചീപ്പസ്റ്റ് ആയിട്ടുള്ള സ്റ്റോറേജ്. അപ്പോൾ നിങ്ങൾക്ക് ആക്ച്വലി ഇത് ഹോസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പോർട്ട്ഫോളിയോ വെബ്സൈറ്റൊക്കെ നിങ്ങൾക്ക് S3-ക്കകത്ത് ഇതേപോലെ സ്റ്റാറ്റിക് വെബ്സൈറ്റായിട്ട് ഹോസ്റ്റ് ചെയ്യാം. നിങ്ങൾക്ക് ഒരു മാസം വളരെ കുറച്ച് പൈസ മാത്രമേ ആവത്തുള്ളൂ. സോ ഇഫ് യു പ്രിഫർ ദാറ്റ് യു ക്യാൻ ഡൂ ദാറ്റ്. അതർവൈസ് നിങ്ങളെല്ലാവരും എന്ത് ചെയ്യുക, ഡിലീറ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. സോ ഡിലീറ്റ് ചെയ്യാനായിട്ട് ബക്കറ്റ്സ് പേജിലേക്ക് വന്നതിന് ശേഷം എന്ത് ചെയ്യുക, നിങ്ങളുടെ ആ ഒരു ബക്കറ്റ് സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്തിട്ട് MD എന്നൊരു ഓപ്ഷൻ ഇവിടെ കാണും. സോ നിങ്ങൾക്ക് ഒരു ബക്കറ്റ് ഡിലീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനകത്തുള്ള കണ്ടൻസ് ഫസ്റ്റ് ഡിലീറ്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ അതിൻ്റെ അകത്തുള്ള ഒബ്ജക്റ്റുകളെല്ലാം ഡിലീറ്റ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് ആ ബക്കറ്റിനെ തന്നെ ഡിലീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. സോ ഫസ്റ്റ് നമ്മൾ MD കൊടുത്തതിന് ശേഷം നിങ്ങളോട് ടൈപ്പ് ചെയ്ത് കൊടുക്കുക, പെർമനൻ്റ്ലി ഡിലീറ്റ്. ഓക്കെ, MD. സോ ആഫ്റ്റർ ദാറ്റ് നിങ്ങൾക്ക് ഇവിടെ തന്നെ ഡിലീറ്റ് ബക്കറ്റ് കോൺഫിഗറേഷൻ ഒരു ഓപ്ഷൻ വരും. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡയറക്റ്റ്ലി നിങ്ങൾക്ക് ഡിലീറ്റ് ബക്കറ്റ് പേജിലേക്ക് പോകാം. സോ അവിടെ ബക്കറ്റിൻ്റെ നെയിമാണ് ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടത്. സോ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടെ നിന്ന് കോപ്പി ചെയ്ത് കൊടുക്കാം. ഓക്കെ, സോ ഡിലീറ്റ് ബക്കറ്റ്. സോ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഇതേപോലത്തെ കൂടുതൽ വീഡിയോസിനായി നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ഫ്രണ്ട്സുമായിട്ട് ഷെയർ ചെയ്യുക.